ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോ പോലെ തന്നെ 2 വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നെയ്ബേഴ്സ് എല്ലാവരും കൂടിയും നമ്മുടെ വില്ലൻ്റെ പുറത്ത് നിന്നിട്ട് തന്നെ ഇങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് ഒന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത റൂമിലുള്ളവർ വേറെ എവിടെയോ അന്ന് പ്ലാൻ ചെയ്തിട്ട് അവർ പിന്നെ ലവ് ലേക്കിലേക്കൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അത് പിന്നെ അവർ പെട്ടെന്നായതുകൊണ്ട് പിന്നെ അവർ പോയിട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഒരു 3 റൂമിലെ ആളുകളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ചിക്കനൊക്കെ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരിതാ ഈ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് സോസേജ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് അത് നേരം പോകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ പോകുന്ന തിരക്കിലാണ്. അവർ ഒരു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പം മക്കൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ്റെ കാല് എടുത്ത് കഴിക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, ചിക്കൻ എരിവുള്ളതൊന്നും പ്രശ്നമല്ല, അവർക്ക് ചിക്കൻ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ കാലും പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴിച്ചോളും, ബാക്കി സാധാ ഫുഡ് കഴിക്കാനാട്ടോ അവർക്കൊക്കെ മടി. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടിട്ട്, ഇപ്പോൾ തണുപ്പായതുകൊണ്ട് മുറ്റത്ത് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സെക്ടറൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ള് ചിക്കനൊക്കെ ചുട്ടു. അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാ മക്കൾക്കും തണുപ്പിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മളെ മുന്നിൽ വില്ലയല്ലേ, അപ്പോൾ പുറത്ത് പോയിട്ട് കളയണം. അപ്പോൾ വേസ്റ്റ് ബിന്നിൻ്റെ അടുത്തേക്ക് അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള ഒരു വണ്ടി കേട്ടോ. അപ്പോൾ അവരെ നിർത്തിയിട്ടതാണ്. അപ്പോൾ ഞാൻ മക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തി കുറച്ച് നേരം അവർ അവിടെ നിന്ന് കളിക്കട്ടെ വിചാരിച്ചു. പിന്നെ ഞങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ കാണുമ്പോൾ കയറാനൊരാഗ്രഹമില്ല. അപ്പോൾ അതൊക്കെ കയറി. അപ്പോൾ മക്കൾ കുറേ നേരം പാട്ടൊക്കെ ഇട്ട് എല്ലാം ഡാൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ നല്ല വെളിച്ചമുണ്ടാകും. ഇവിടെ ഉണ്ട് വലിയൊരു മുരിങ്ങൻ്റെ മരമുണ്ട്. അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ അതിലൊക്കെ നിറയെ മുരിങ്ങാക്കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മുരിങ്ങാക്കായ ഒന്നുമില്ല. എനിക്കൊന്ന് കുറച്ച് അതിൻ്റെ ടൈം ആയിട്ടില്ല. അതൊന്നും അറ്റത്താട്ടോ കാക്ക ചൂടുന്നത്. അപ്പം നമ്മൾ ചൂടലൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം എല്ലാവരും കൂടി പിന്നെ അകത്തിരുന്നിട്ട് ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡായിപ്പോയേക്കും എല്ലാവർക്കും നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം മക്കളും എല്ലാവരും കൂടി ആയിട്ട് നല്ല രസമായിട്ട് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ പോണത് ഡിസംബർ 24-നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രിസ്മസ് ട്രീ കാണാമെന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടോ, അത് നല്ല നീളത്തിലുള്ളൊരു വണ്ടി. ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിൽ അൽസിഫ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ്. അവിടെയാണ് UAE ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്നാണ് ഞങ്ങൾ കേട്ടത്. അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് പോവുകയാണ്. അപ്പം ഏതായാലും ഇവിടെ മൊത്തത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു വൈബിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ പുറത്തിറങ്ങുമ്പോൾ ഒരു ഭംഗിയല്ലേ, ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ പുറത്തുള്ള സമയത്തല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ആമീം സവാദിക്ക് നമ്മളെല്ലാവരും കൂടി ആട്ടോ പോകുന്നത്. കാക്കിയും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ നിന്ന് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാര്യമായിട്ട് പോകുന്നത്. അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇനി പാർക്കിംഗ് ഒന്നും കിട്ടൂലെന്ന്. ഇതിന് മുന്നേ ഞങ്ങൾ വേറെ എവിടെയോ ഒന്ന് പോയ സമയത്ത് ഇങ്ങനെ പാർക്കിംഗ് കിട്ടാതെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പാർക്കിംഗ് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അവിടുന്ന് നമ്മൾ ലിഫ്റ്റിൽ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ എത്തുക. പാർക്കിംഗ് ഒക്കെ കിട്ടി കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും കണ്ട് വേഗം ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് പോകുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് അവിടേക്ക് എത്താൻ. കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ. നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കയറിയിട്ട് പിന്നെ കുറച്ചധികം നടന്നാലാണ് നമ്മൾ ആ ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് എത്തുള്ളൂ.
അതിൻ്റെ ഇടയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള കഫ്താന്, പിന്നെ സ്കേർട്ട്, ടോപ്പ്, പിന്നെ അറബിക് ഡ്രസ്സ്, ഇങ്ങനെ എമിറാത്തി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ട്. അങ്ങനെ ഭീകരമായിട്ടുള്ള വിലയൊന്നുമില്ല കേട്ടോ. 10 ദിറംസ് 20 ദിറംസ് അങ്ങനത്തെ ഒക്കെ റേറ്റ്സേ ഉള്ളൂ. മോനിങ്ങനെ ടോയ്സ് കണ്ടപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട്, ബോളൊക്കെ കണ്ടപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് കാര്യം. അപ്പോൾ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ബോളുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരിക കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ഒട്ടകവും പിന്നെ അതിൻ്റെ കൂടെ ഒരാളും ഉണ്ട്. അപ്പം ഞാൻ അയാളെ കൂടെ പോയി നിന്ന് കുറച്ച് ഒരു സ്റ്റാച്യു ആണ് കേട്ടോ, അതിൻ്റെ കൂടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ഇത് കണ്ടോ, ഈ ലൈറ്റ്സിന് എന്ത് പേരാ പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് രസമായിട്ട്. അത് ഞാൻ ഇവിടെ മാത്രമല്ല വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മുത്തുകൊണ്ടുണ്ടാക്കിയ ബ്രേസ്ലെറ്റ്, നമ്മുടെ തെസ്ബിമാല, പിന്നെ ഇതുപോലെയുള്ള ഷാൾസ് ഒക്കെ കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് വേറൊരു മെറ്റീരിയലാണ്. അപ്പം ഇതുപോലെയുള്ള ലൈറ്റ്സ് ഞാനിങ്ങനെ ഒരുപാട് ഷോപ്പിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് രസമാണ് കാണാൻ, എന്ത് ഭംഗിയുള്ള ലൈറ്റ്സാണ് അറിയാം. അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളെപ്പോലെ എല്ലാവരും ഇതിൻ്റെ ഇടയിൽ കയറി നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഒരു ഭാഗം കാണാനായിട്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് കാര്യങ്ങൾ, ചെറിയ മക്കൾക്കുള്ള പർദ്ദ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ എപ്പോഴും ഓഫറും കാര്യങ്ങളും ഒക്കെയാണ് UAE ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാനുള്ളൊരു ത്വര എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും എല്ലായിടത്തും ഒന്നും ഇങ്ങനെ പർച്ചേസ് ചെയ്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്നും ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവും. ഇങ്ങനെ 10 ദിറംസൊക്കെ അല്ലേ ഉള്ളൂ കഫ്താനിൽ നിന്ന് കാണുമ്പം. മെറ്റീരിയൽ അത്ര സുഖമുള്ള മെറ്റീരിയലൊന്നും അല്ല, എന്നാലും പിന്നെ ഞങ്ങൾ തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മക്കളെ പിന്നെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് മൊത്തത്തിലൊരു ക്ലോസ്ഡ് ആയ പോലെയുള്ള കുറച്ച് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ പുറത്തും എനിക്കൊന്നും അത്ര തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം പിന്നെ ഞാനും കാക്കയും തന്നെ തലയിലും കയ്യിലൊക്കെ വെച്ച് അതും കൂടി പിടിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടായി. പിന്നെ ഏതായാലും എടുത്തതല്ലേ. ഇത് ഒരു റോബോട്ടിക് ഡോഗാണ് കേട്ടോ. ഇത് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. മക്കളെ കണ്ടപ്പോൾ അവർ പിന്നെ അതിനെ അവിടെ നിർത്തി മക്കളെ കുറേ കളിപ്പിച്ചൊക്കെ ചെയ്തിട്ടോ. രണ്ടാളും കുറച്ച് നേരം അതിനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, മക്കൾക്ക് കണ്ടപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നെയ്ഫമോൾ പെട്ടെന്ന് മേലേക്ക് കയറി. നെയ്ഫമോളായിട്ട് അത് ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ റോബോട്ടിക് ഡോഗ് ശരിക്കും ഇവർ യൂസ് ചെയ്യുന്നത് ഒരു പെറ്റിനെ പോലെ തന്നെയാണ് കേട്ടോ. എങ്ങനെയാണോ ഒരു പെറ്റിനെ കൊണ്ട് നടക്കുന്നത് അതുപോലെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം മക്കളെ കളിപ്പിക്കുന്ന ആ ഒരു സമയം കൊണ്ട് അവിടെ ഒരുപാട് ആളുകൾ ചുറ്റും കൂടിയിട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് 1940 തോന്നുന്നുണ്ട് ഇതിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും. അമേരിക്കയാണ് ഇതിനെ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ അവരുടെ ഒരു എന്താ പറയുക, ഒരു ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റോബോട്ടിക് ഡോഗിനെയൊക്കെ കൊണ്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെടുത്ത് നിർത്തി ഒരുപാട് നേരം പിന്നെ ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ എനിക്കത് നമുക്ക് വീഡിയോയിൽ എടുക്കാനും പറ്റി. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ ചുമരിലൊക്കെ തൂക്കുന്ന ഒരു ടൈപ്പ് എന്താ പറയുക പ്ലേറ്റ്സ് കാര്യങ്ങൾ, ഇങ്ങനെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എന്താ അറിയില്ല, നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. ഡ്രസ്സും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും എനിക്കൊന്നു ഒട്ടുമിക്ക സ്ത്രീകൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാവും. എന്തായാലും ഇതൊക്കെ റേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി നടക്കാമെന്നല്ലാതെ ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ അവരുടെ വലുപ്പത്തിലുള്ള ഓരോത് കണ്ടപ്പോൾ അതുമായിട്ട് കളിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. അതാ പറഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്. ഇത് പിന്നെ ഇങ്ങനെ ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടു. നല്ല നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. നമുക്ക് പിന്നെ ഒരുപാട് നേരമൊന്നും എവിടെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ മക്കൾ എടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല, അവർക്ക് ഇറങ്ങി ഓടണം. പക്ഷെ നമ്മൾ വലിക്കുന്നിടത്തേക്കൊന്നും അല്ല അവർ പോവുക, അവർ വേറൊരു വഴിക്ക് പോവും. അതായത് നമ്മൾ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവർ പോവുക.
അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി റഷാണ് കേട്ടോ. പക്ഷേ എന്താണ് എന്നാൽ നടക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഇതൊന്നുമില്ല. എന്താ വെച്ചാൽ എല്ലാവരും കണ്ട് വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും പെട്ടെന്ന് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഹൗസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സാന്താ ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തൊക്കെ എന്താ പറയുക ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒക്കെ കാണാനൊരു പ്രത്യേക വൈബാണല്ലോ. നമ്മളെ നാട്ടിൽ ഇത്രത്തോളം എനിക്കൊന്ന് കൊച്ചി ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട്, ഞങ്ങളാ ഭാഗത്തേക്കൊന്നും ഇത്ര ഇല്ല. പിന്നെ ബീച്ചിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പുറത്തൊന്നും അധികം ഈ ടൈമിനൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ഒന്നും ഇതിനെപ്പറ്റി എന്നാലും ഇത്ര ഭീകരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒക്കെ കാണാൻ പറ്റി, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കും ആ ട്രീ എത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് കുഞ്ഞു സാധനങ്ങൾ. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇറങ്ങി. അപ്പം നമ്മൾ ഇത് പുട്ടിലേക്കാട്ടോ പോയത്. നമ്മുടെ കോഴിക്കോടൊക്കെ ഉണ്ടല്ലോ, പക്ഷേ അവിടെ നമ്മൾ സീറ്റ് കിട്ടാൻ തന്നെ ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നിട്ട് കരാമയിലുള്ള വേറെ ഒരു എന്താ പറയുക ടീഫിന്നോ അങ്ങനത്തെ ഒരു പേരുള്ള ഒരു ഹോട്ടലിലേക്കാട്ടോ പോയത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇങ്ങനെ എല്ലാവരും പുറത്ത് പോയി വന്നവരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഏതായാലും ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ BDFും ചായയും പൊറാട്ടയും പിന്നെ ചിക്കൻ മപ്പാസോ അതൊക്കെയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരാദ്യം തന്നെ BDF കൊണ്ടുവച്ചു. അപ്പം പിന്നെ അത് തീരാൻ തുടങ്ങിയിട്ടോ. അതിൻ്റെ ബാക്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് തിരക്കായിട്ടാണ് തോന്നുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ബാക്കിയൊക്കെ കൊണ്ടുവന്നത്. ഏതായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലായിടത്തും നമുക്കിങ്ങനെ നല്ല ടേസ്റ്റിലുള്ള ഫുഡ് കിട്ടണമെന്നില്ലല്ലോ, പക്ഷേ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റിലുള്ള ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലേക്ക് പോയിട്ടോ. എന്താ വെച്ചാൽ നല്ല ട്രാഫിക് ഉണ്ട്. ഒന്നാമത് ഡിസംബർ 25 ആയി, രാത്രിയാണല്ലോ എല്ലാ കലാപരിപാടിയും ഉണ്ടാവുക. ഇത് ഇവിടുത്തെ എയർപോർട്ടാണ് കേട്ടോ, ദുബായ് എയർപോർട്ടാണ്. ഇവിടെ ഇങ്ങനെ കാണാം നമുക്ക് ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടത് റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. നമുക്ക് നാട്ടിലുള്ളവർക്ക് ഇത് കാണുമ്പോൾ എപ്പോഴും ഒരു കൗതുകമാണ്. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ ഈ ഒരു ഏരിയ എത്തുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു പോകുന്നതാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.